ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ വീഡിയോ തന്നെയാണ് ഇന്നും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇക്കാക്ക് രാവിലെ ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ സാറ സ്കൂളിൽ വിട്ടു. കൊച്ചിൻ്റെ സ്കൂൾ ബസ് എന്ന് പറയുന്നത് ഒരു 6 മണിയൊക്കെ ആകുമ്പം വരും. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പം വന്നു കഴിഞ്ഞാൽ മോളെ സ്കൂളിലൊക്കെ ആക്കിയതിന് ശേഷം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് നമ്മുടെ പത്തിരി, കൈപ്പത്തിരി എന്ന് പറയും. നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള നൈസ് പത്തിരി അല്ല, നൈസ് പത്തിരി പോലെ തന്നെ അരിപ്പൊടിയിൽ റെഡിയാക്കിയെടുക്കുന്ന, നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ കൈറൊട്ടി അല്ലെങ്കിൽ കയ്യൊറോട്ടി എന്നാണ് പറയുന്നത്. തേങ്ങ ആക്കിയിട്ടിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു തരം പത്തിരി. പിന്നെ അതിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള മുട്ടക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വെന്ത ആ ഒരു സവോളയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച്, അങ്ങനെ ആ തേങ്ങാപ്പാലിലാണ് നമ്മുടെ സവോള എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കിടന്ന് വേവുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സെമി ഗ്രേവി, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു എഗ്ഗ് കറി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രീൻ ചില്ലി, ആവശ്യത്തിന് ഗ്രീൻ ചില്ലിയും കുറച്ച് ചില്ലി പൗഡറും ഒക്കെ ചേർത്തിട്ട് ചെറിയ എരിവും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കിൻ്റെ മൈൽഡ് സ്വീറ്റ്നെസ്സും ഒക്കെയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ്. ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ദോശയ്ക്കും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയുടെ ക്വാണ്ടിറ്റി, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള നമ്മുടെ കയ്യൊറോട്ടി. അപ്പോൾ ഇതാ ഞാൻ ഒരു 3 കൈറൊട്ടിയും അതുപോലെ തന്നെ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുട്ടക്കറി, ഒരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് കറിയും കൂടെ ചേർന്നിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് പതപ്പിച്ച ചായ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് എല്ലാവരും വെക്കുന്ന ഒരു കറിയാണ് ഇത്. നമുക്ക് ഇത് കുറച്ച് ഫേവറേറ്റാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ചില്ലി പൗഡർ ചേർക്കാതെ മഞ്ഞ കളറിനായിരിക്കും ഈ കറി വെക്കുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ കുറച്ച് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു കളർ, ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലും റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ചൂട് ചായയും നല്ല ചൂട് മുട്ടക്കറിയും ചൂട് കൈറൊട്ടിയും എല്ലാം കൂടെ ചേർന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ വളരെ ആസ്വദിച്ച് രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മാംഗോ എടുത്തു. കുറച്ച് നീളത്തിൽ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അത്യാവശ്യം വലിയൊരു മാംഗോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പീസ് മാംഗോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മളെല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്ന കുറച്ച് കിച്ചൺ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. മടി കാരണം പെൻഡിങ്ങിലിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഐറ്റമായിരുന്നു. കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് മടിയായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി. നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി വെക്കുകയാണ് ഇന്ന് ചോറിന്. അപ്പോൾ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉള്ളത് കൊണ്ട് തന്നെ ചോറിന് ഒരുപാട് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ നമ്മുടെ നാരുള്ള മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ വെക്കുന്ന ടൈപ്പ് കുറച്ച് നാരോട് കൂടിയിട്ടുള്ള നല്ല പഴുത്ത് മധുരമുള്ള കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി റെഡിയാക്കുന്നില്ല. പിന്നെ ലഞ്ചിനിക്ക കഴിക്കാനില്ല. പിന്നെ സാറായിക്ക് ഇങ്ങനെ മാമ്പഴപ്പുളിശ്ശേരിന്ന് മക്കളൊക്കെ ഗ്രേവിയെ കൂട്ടത്തുള്ളൂ, ആ ഒരു പീസൊന്നും എടുത്ത് കഴിക്കത്തില്ല. അതുകൊണ്ട് ഒരു 2 മാങ്ങ കൊണ്ട് മാത്രമേ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒരു പിഞ്ച് ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കീറി കുറച്ച് വെള്ളത്തിൽ നമ്മുടെ മാമ്പഴം വേകാനിട്ടു. അതിനുശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ചെറുജീരകവും തേങ്ങയും കുറച്ച് പുളിപ്പിന് വേണ്ടി കുറച്ച് കേടും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നീട് ലാസ്റ്റ് നമ്മൾ ശർക്കര ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം. ഞാൻ ശർക്കര ആഡ് ചെയ്യുന്നില്ല, കാരണം അത്യാവശ്യം മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരോട് കൂടിയിട്ടുള്ള
നല്ല അടിപൊളി മാംഗോ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ഇനി താളിച്ചൂറ്റൽ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താളിച്ചൊഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ നല്ല മധുരത്തോട് കൂടിയിട്ട് ഒരു ലൈറ്റ് പുളിപ്പോട് കൂടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി അപ്പം നല്ല രീതിയിൽ ഒത്തു കിട്ടിയായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച് വെച്ചു, നല്ല ആഗ്രഹിച്ച ടേസ്റ്റിൽ തന്നെ റെഡിയായി. ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞിടുന്നു, വറ്റൽമുളക്, കറിവേപ്പില, അങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള താളീര് പരിപാടിയിലാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളിനിയിപ്പം എല്ലാം കൂടെ നമ്മുടെ ആ ഒരു ചട്ടിയിലേക്ക് താളിച്ച ഐറ്റംസ് കൊട്ടിക്കൊടുക്കുന്നു. ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നു. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് ടേസ്റ്റൊക്കെ പിടിച്ചതിന് ശേഷം ലാസ്റ്റ് എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ സ്വീറ്റും അതുപോലെ തന്നെ ഉപ്പും പുളിപ്പും എല്ലാം കറക്റ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ഫൈനൽ സ്റ്റെപ്പായ താളിച്ച് ഊറ്റലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ലഞ്ചിന് റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും റെഡിയാക്കുന്നില്ല. കാര്യം വെച്ചാൽ ഇത് ചേർത്ത് ആസ്വദിച്ച് ചോറ് കഴിക്കാനാണ് ഒരാഗ്രഹം തോന്നിയത്. അപ്പോൾ ഒരുപാട് കറിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇത് ആസ്വദിക്കാനായിട്ട് നമുക്ക് അങ്ങനെ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് സിമ്പിളായിട്ട് ഒരു ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റമേ ഞാൻ റെഡിയാക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു, നാരോട് കൂടിയിട്ടുള്ള മാങ്ങയാണെങ്കിൽ പോലും നമുക്ക് ഈ നാട്ടിൽ കിട്ടുന്ന സൈസ് ചെറിയ നമ്മുടെ നാടൻ മാങ്ങയല്ല, വളരെ ചെറിയ മാങ്ങയായിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ വലിയ മാങ്ങയാണ്, എന്നാൽ നാരോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന ടൈപ്പ് മാങ്ങയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതവിടെ താളിച്ച് ഊറ്റി മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈക്ക് വേണ്ടിയിട്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് സവോള കട്ട് ചെയ്തിട്ടു, പിന്നെ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ അതിനുശേഷം വെണ്ടയ്ക്കായും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ അടച്ചു വെച്ചൊന്ന് ഫ്രൈ ചെയ്യാണ്. നമ്മൾ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഓഫാക്കി മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. ചോറ് റെഡിയാവുന്നുണ്ട്. കുക്കറിൽ നമ്മൾ നമ്മുടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ അതും ഇപ്പോൾ റെഡിയാകും. പിന്നെ സിമ്പിളായിട്ട് 2-3 പപ്പടം പൊരിക്കുക, അങ്ങനെയുള്ള കുഞ്ഞു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ശേരി എന്നാണ് ഈ ഒരു ഫിഷിനെ പറയുന്നത്. നാട്ടിൽ ഈ ഒരു ഫിഷിന് വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത്, വെളമീനോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റ്. ശരി, നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കഴിക്കുന്ന ഒരു ഫിഷാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു ഫിഷാണ്. നാട്ടിലെ വെളമീൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഫിഷും നമ്മൾ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഫിഷ് ഒരു 2-3 പീസ് ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ഫിഷ് എന്നൊക്കെ പറയുന്ന ഡീപ്പ് ഫ്രൈ തന്നെ ആവണം. ഫിഷിന് കുറച്ച് മൊരിയൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു തൃപ്തിക്കുറവുണ്ട്. അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മുടെ ഫിഷസ് നമ്മൾ പൊരിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ കിച്ചണിൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരുന്നത് ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, കിച്ചൺ വിശേഷങ്ങൾ കുറച്ച് ഇന്ന് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ലഞ്ചിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണിലെ തിരക്ക് പിടിച്ചിട്ടുള്ള കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ലഞ്ച് കംപ്ലീറ്റ് ടേബിളിലേക്ക് സെറ്റാക്കി വെച്ചു. വളരെ അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി, നല്ല ചൂട് ചോറ്, നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ ഊറ്റി മാറ്റി റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചോറ്, പിന്നെ പപ്പടം കുറച്ച് പൊരിച്ചെടുത്തായിരുന്നു, പപ്പടം പൊരിച്ചത്, പിന്നെ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്ത് കരിച്ച് മൊരിച്ച് എടുത്തിട്ടൊന്നുമില്ല, ഒന്ന് ഫ്രൈ ആയപ്പോഴത്തേനും ഓഫാക്കി. പിന്നെ കുറച്ച് നമ്മുടെ കൊച്ചുള്ളിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിയും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചാലിച്ച ഒരു പാവൻ ചമ്മന്തി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്
ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കിച്ചണിൽ നിന്ന് ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് മൊരിയാനായിട്ട് ഇട്ട സമയത്താണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ടേബിളിലേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് ഇക്ക ഇല്ല, ഇന്ന് വീക്ക് ഡേ ആണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഇക്ക ഇല്ല. അപ്പോൾ എനിക്കും പിള്ളേർക്കും വേണ്ടിയിട്ടാണ് ഈ ചോറും കറിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം എനിക്ക് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ വളരെ ആസ്വദിച്ച് കുറേ ദിവസമായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. കാരണം വെക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ മടി കാരണം ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ആവശ്യത്തിന് ചോറ് വിളമ്പി അതിൻ്റെ മുകളിലേക്ക് നാരോട് കൂടിയിട്ടുള്ള നല്ല വലിയൊരു പീസ് മാമ്പഴവും പിന്നെ ഗ്രേവി ഭയങ്കര അടിപൊളി സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ നന്നായിട്ട് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒഴിച്ചിട്ട് നല്ല ആസ്വദിച്ചിട്ടാണ് ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. പിന്നെ ഒരു 2 പീസ് ഫിഷ് ഫ്രൈയും. അപ്പോൾ വിളമീനാണ്, നമ്മുടെ വിളമീൻ ഓർ എനിക്കറിയത്തില്ല ഈ ഷേരി ഫിഷിനെയാണോ വിളമീൻ എന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണേലും അങ്ങനെ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ ഒന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇത് ഷേരി ഫിഷ് എന്നാണ് നമ്മളിവിടെ കണ്ടത്, അപ്പോൾ വിളമീൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതൽ വെണ്ടയ്ക്ക ഫ്രൈയും പിന്നെ ഒരു പപ്പടവും ഒക്കെ ചേർത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ്, വളരെ ഡിലീഷ്യസ് ആണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ ഒരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു മധുരത്തോടു കൂടി ചോറിലൊഴിച്ച് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. എന്നാൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറുണ്ടെന്നവർക്ക് ഇത് ഭയങ്കര ഒരു സൂപ്പറായിട്ടുള്ള ഒരു ലഞ്ച്, ഒരു എന്താ പറയുക ലഞ്ച് കോംബോ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചിനുള്ള ഐറ്റംസ് എല്ലാം വിളമ്പി ആവശ്യത്തിന് ചോറ്, നല്ല ചൂട് ചോറും കുറച്ച് കൂടുതൽ മാമ്പഴ പുളിശ്ശേരിയും വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതും പപ്പടം ഫ്രൈ ചെയ്തതും ഫിഷ് ഫ്രൈ ചെയ്തതും. ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും വേണ്ട, ഒരു തോരനോ അധിക കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ ആ ഒരു മുളക് ചമ്മന്തി പോലും ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ആ ഒരു മാമ്പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇനിയിപ്പോൾ ചമ്മന്തിയും എരിവും കാര്യങ്ങളും ഒന്നും ഞാൻ ഒരുപാട് മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയും ചോറും പപ്പടവും അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയതും എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളിയായിട്ടുള്ള തനി നാടൻ കേരള സ്റ്റൈൽ ഉച്ചയൂണ്. അപ്പം ഞാൻ കറികൾ കൂടുതലെടുത്തിട്ട് ചോറിൻ്റെ ക്വാണ്ടിറ്റി മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ആയതുകൊണ്ട് ചോറ് കുറച്ചും കൂടെ ഒന്ന് ക്വാണ്ടിറ്റി വൈസ് കുറച്ചും കൂടെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ആസ്വദിച്ചതാ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. ഇതെന്ന് പറയുന്നത് ഓവറായിട്ടുള്ള മധുരവും കാര്യമൊന്നുമില്ല. സ്പോഞ്ച് കേക്ക്, വളരെ സോഫ്റ്റായിട്ടുള്ള യമ്മി ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ഫ്ലേവേർഡ് സോഫ്റ്റായിട്ടുള്ള ഒരു കേക്ക്. നമ്മുടെ മലേഷ്യ സിംഗപ്പൂരിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമുക്ക് ലുലുവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലുലുവിൽ കണ്ടപ്പോഴത്തേനും കുറച്ച് കൂടുതൽ ഫ്ലേവേഴ്സ് എടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചീസ് ബട്ടർ ഫ്ലേവറാണ് കാണിച്ചത്, ഇത് സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ അതിനുശേഷം ഒരു ഈവനിങ് ടൈം ആയപ്പോൾ സാറയ്ക്ക് സോസേജ് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ സോസേജ് ഞാൻ ഒരു 2 സോസേജ് എടുത്തിട്ട് അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഈവനിങ് ആയപ്പോഴത്തേന് സ്പോഞ്ച് കേക്ക്, ഇത് ബട്ടർ സ്പോഞ്ച് കേക്കാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വീറ്റ്നെസ് വളരെ കുറവാണ്, എന്നാൽ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് 2 മുട്ട റോസ്റ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ ഉള്ളിയും കറിവേപ്പിലയും പൊടികളൊക്കെ ഇട്ട് അത് കഴിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് ഗ്യാപ്പിട്ടാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. വീഡിയോയിലായതുകൊണ്ട് അടുപ്പിച്ച് കാണുന്നതാണ്. പിന്നെ മക്കൾക്ക് 2 പേർക്കും ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചു. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഫേവറേറ്റായുള്ള ഒരു ഡ്രിങ്കാണ്. ഒരു വളരെ പുളിപ്പുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസാണ്. ആഡഡ് ഷുഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇന്ന് കാര്യമായിട്ടുള്ള കുറച്ച് ഹെവി ലഞ്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാത്രി ഡിന്നർ വളരെ ലൈറ്റായിട്ടാണ്. ഒരു കുഞ്ഞു ഗോതമ്പ് പുട്ടും ഒരു വലിയ റോബസ്റ്റ പഴവുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും തനി നാടൻ ഡിലീഷ്യസ് ആയിട്ടുള്ള കേരള ലഞ്ചും എൻ്റെ ഈവനിങ് സ്നാക്ക് വിശേഷങ്ങളും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ഡിന്നറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.